ഇനി നാടാകെ ലുലു കല്യാണമേളം. ലുലു സാരീസ് കണ്ണൂർ, തലശ്ശേരി, കുറ്റിയാടി. കാലിക്കറ്റ് സർവകലാശാല ഡാബ്കി ലയാലി ബിസോൺ കലോത്സവം അതിഗംഭീരമായി ഈ മൂന്നാം ദിനത്തിൽ മുന്നേറുമ്പോൾ വന്നിരിക്കുന്ന മത്സരഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ദേവഗിരി കോളേജ് ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മോടൊപ്പം ദേവഗിരി കോളേജിലെ പ്രമുഖ രണ്ട് വിദ്യാർത്ഥികൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ കഴിഞ്ഞ മത്സരങ്ങളിലെ ഫലപ്രഖ്യാപനത്തിനിടയിൽ 5 മത്സരങ്ങളിലും 1ാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് ദേവഗിരി കോളേജിലെ നേഹ നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ബിസോൺ കലോത്സവം? നന്നായിട്ട് തന്നെ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നാദാപുരത്ത് ആദ്യമായിട്ടാണോ വരുന്നത്? അതെ. കലോത്സവ വേദിയിൽ എന്തായിരുന്നു പ്രത്യേകമായിട്ട് അനുഭവപ്പെട്ടത്? ഇവിടെ നല്ല കോമ്പറ്റീറ്റീവ് ആയിരുന്നു. പിന്നെ പ്രോഗ്രാംസ് ഒക്കെ നല്ലോണം തന്നെ കഴിഞ്ഞു. വിചാരിച്ച പോലെ തന്നെ നല്ലോണം ചെയ്യാൻ പറ്റി. നല്ല എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. കോളേജിൽ നിന്ന് പുളിയോവ് കോളേജിൽ നടക്കുന്ന ഈ ബിസോൺ കലോത്സവത്തിൽ നിങ്ങൾക്ക് സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ മതിയായി കിട്ടിയിട്ടുണ്ടായിരുന്നോ? സൗകര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ ആയിരുന്നു. ക്ലാഷ് ഒക്കെ ഉണ്ടായിരുന്നു, ഐറ്റംസ് അതൊക്കെ നന്നായിട്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റി. ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു എന്നാണോ നേഹ പറയുന്നത്? നല്ല കോമ്പറ്റീറ്റീവ് ആയിരുന്നു എല്ലാവരും. ഈ മത്സര ഇനങ്ങളിൽ ഏതൊക്കെ ഐറ്റത്തിനാണ് ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നത്? ഇവിടെ വാട്ടർ കളറിന്, ഓയിൽ പെയിൻറ്റ്, പെൻസിൽ ഡ്രോയിങ്, പോസ്റ്റർ, കൊളാഷ്, അങ്ങനെ. രചനാ മത്സരങ്ങളിൽ ഉൾപ്പെടാതെ മറ്റേതെങ്കിലും തരത്തിൽ മുൻപേ പരിശീലിച്ചിട്ടുണ്ടായിരുന്നോ? പരിശീലിച്ചത് പാട്ട്, വീണ പരിശീലിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈസ്റ്റേൺ ഗ്രൂപ്പ് സോങ്ങിന് പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ മീഡിയ വിഷനുമായിട്ടൊന്ന് സംബന്ധിച്ച് ഒരു 2 വരി. बावरा मन देखने चला एक सपना, बावरी सी मन की देखो बावरी है बातें, बावरी सी धड़कने है, बावरी है सांसें, बावरी सी करवटों से निंदिया दूर भागे, बावरी सी नैन चाहे बावरी झरोंकों से, बावरी नज़ारों को तकना, बावरा मन देखने चला एक सपना. താങ്ക് യു നേഹ. രചനാ മത്സരങ്ങളിൽ മാത്രമല്ല നല്ല മികച്ച ഗായിക കൂടിയാണെന്നാണ് നേഹ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മോടൊപ്പം ദേവഗിരി കോളേജിൽ നിന്നും ലളിതഗാനത്തിൽ ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്ന വൈഷ്ണവാണ് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത്. വൈഷ്ണവും ഈ കോളേജ് കലോത്സവത്തിൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊന്ന് പങ്കുവയ്ക്കാൻ പറ്റുമോ? ഞാൻ ആദ്യമായിട്ടാണ് ബിസോൺ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈം അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല കോമ്പറ്റീറ്റീവ് ആയിരുന്നു. അത്യാവശ്യം നല്ല ടൈറ്റ് തന്നെയായിരുന്നു മത്സരം. തീർച്ചയായിട്ടും നേഹയിൽ നിന്നും വൈഷ്ണവിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുളിയാവ് നാഷണൽ കോളേജിൽ നടക്കുന്ന ഈ ബിസോൺ കലോത്സവത്തിൽ എല്ലാവിധ സൗകര്യത്തോടു കൂടിയുമാണ് ഈ വിദ്യാർത്ഥികൾ ഈ മത്സര ഇനത്തിൽ പങ്കെടുക്കുന്നത് എന്ന് തന്നെയാണ്. വൈഷ്ണവ് നമ്മോടൊപ്പം ഒരു ലളിതഗാനം ആലപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വസുധാരസം തുളുമ്പും വിപഞ്ചിയിൽ, പ്രണവസുധാരസം തുളുമ്പും വിപഞ്ചിയിൽ, ഉണരുന്നൊരു നവ സ്വരസഞ്ചാരം, ഉണരുന്നു സ്വരസഞ്ചാരം, അസുലഭലയ വിന്യാസം, അസുലഭലയ വിന്യാസം. താങ്ക് യു സോ മച്ച് വൈഷ്ണവ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ കോളേജിൻ്റെ മുറ്റത്ത് നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മികച്ച കലാപ്രതിഭകളെ വാർത്തെടുക്കാൻ നമ്മുടെ ഈ ബിസോൺ കലോത്സവത്തിന് കഴിയും എന്നുള്ളത് തന്നെയാണ്. ഈ കഴിഞ്ഞ മത്സര ഇനങ്ങളുടെ ഒക്കെ തന്നെ ഫലപ്രഖ്യാപനം നടത്തുമ്പോൾ ദേവഗിരി കോളേജ് 1ാം സ്ഥാനത്തേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ മികച്ച മറ്റൊരു പ്രവർത്തന മേഖലയിൽ കൂടെ നമുക്ക് കാണാമെന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് കാലിക്കറ്റ് സർവകലാശാല ബിസോൺ കലോത്സവം തുടരുകയാണ്. അശ്വന്തിനൊപ്പം അഖില മരിയാട്ട്.